കല്ലുകൾ കൊണ്ട് ചേർത്ത് മെനഞ്ഞതൊന്നും പലപ്പോഴും വീടായിട്ട് മാറിയിട്ടില്ല. പന്നിക്കൂട് വരെ നീളുന്ന ഓർമ്മകളുമായി ഒരുവൻ തിരികെ ഓടിയണയുന്നത് ഏതായാലും കല്ലുകൾ ചേർത്ത് വെച്ച് കെട്ടിയ ഒരു കൂരയിലേക്കല്ല, വിരിച്ചു പിടിച്ച ഒരപ്പൻ്റെ മാറിടത്തിലേക്കാണ്. കാരണം ആ വീടുന്നോളം മധുരമായതൊന്നും അവന് വേണ്ടി കരുതി വച്ചിട്ടില്ല. കന്മഷം ഉള്ളിൽ കളയാതെ കാക്കുന്ന ജ്യേഷ്ഠനും ഉഴപ്പനെന്ന് പറഞ്ഞ് കളിയാക്കുന്ന അംഗങ്ങളും തന്നിഷ്ടക്കാരനെ അംഗീകരിക്കാൻ തയ്യാറാക്കാത്ത ബന്ധുക്കളുമാണ്. അവന് ലഭിച്ച വസ്ത്രവും വിരുന്നും സ്നേഹത്തിൽ ചാലിച്ച ചുടുചുംബനവും ആ അപ്പൻ്റെ ഹൃദയവീടിൻ്റെ ഓഹരി മാത്രമായിരുന്നു. അതെ, അവിടെ എന്നും അവൻ സ്വീകാര്യനാണ്. ഓർക്കണം ചങ്ങാതി, എല്ലാ വീടും എല്ലാവരെയും ചേർത്ത് പിടിക്കാറില്ല. ക്ഷമിക്കാനും പൊറുക്കാനും കഴിയുന്ന ചില ഹൃദയങ്ങളാണ് കൽച്ചുമരുകൾക്ക് സാന്ത്വനത്തിൻ്റെ ചായം പൂശുന്നത്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ 2000 വർഷങ്ങൾക്കകലെ ഉയർന്നു നിൽക്കുന്ന ഒരു മരക്കുരിശും വീടായി മാറിയത് സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ഹൃദയം അതിൻ്റെ മാറിൽ നമുക്ക് വേണ്ടി മാത്രം താളം ചവിട്ടി നിലച്ചതുകൊണ്ടാണ്. ആയിരക്കണക്കിന് കുരിശുകൾ ഉയർന്ന മലമുകളിൽ ഒരു കുരിശു മാത്രം വീടായി മാറി. വേദനിക്കുന്ന, അകന്നുപോയ, കരയുന്ന, നൊമ്പരപ്പെടുന്ന, അനുതപിക്കുന്ന, നോവുന്ന ആർക്കും ആ വീട്ടിലിടമുണ്ട്. കുരിശിൽ വിരിച്ചു പിടിച്ച മാറിൽ ചൂടുണ്ട്. ഓർക്കണം ചങ്ങാതി, നീയും വീടാണ്. നോവുന്ന, നോവിച്ച ആരുടെയൊക്കെയോ വീട്. ദൈവം അനുഗ്രഹിക്കട്ടെ.